മണ്ണാർക്കാട് നബീസ കൊലപാതക കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. നബീസയുടെ പേരമകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവരെയാണ് മണ്ണാർക്കാട് കോടതി ശിക്ഷിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് ഒന്നാം പ്രതി ബഷീർ 7 വർഷം അധിക തടവും 25,000 രൂപ പിഴയും ഒടുക്കണം. 2016 കേസിനാസ്പദമായ സംഭവം. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകിയിട്ടും നബീസയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലായതോടെ പ്രതികൾ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയായിരുന്നു. ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക 2 വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം. അതുപോലെ തന്നെ ഈ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ 201 IPC എന്ന കുറ്റത്തിന് ഒന്നാം പ്രതിക്ക് 7 വർഷം തടവും 25,000 രൂപ പിഴയും ഒടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നമ്മൾ ഇത്ര ആകുന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഈ വിധിയിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഇത്ര കിട്ടിയില്ലേ എന്നുള്ളതിൽ ഞങ്ങള് സന്തോഷമാണ്. ഞങ്ങൾക്ക് എവിടെ ഒരു പ്രൊഫഷന് പോയാലും അവിടെ കീയും കളവും കൊള്ളയും നടത്തുന്നവരാണ് ഇവര്. ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വന്നില്ല. പുറത്തു പോയി കട്ടത് മാത്രം 1, 2, 3 കേസ് ഇപ്പൊ പിടിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കാരണം. എന്റെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തി പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് 15 ലക്ഷം ഉറുപ്പിക തരണമെന്ന് പറഞ്ഞു. അപ്പോ അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുറത്ത് നിൽക്കുന്ന നമുക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എന്ത് സംഭവിക്കും. അവന് കൊല്ലാനും പിടിക്കാനും ഒന്നും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്. നമ്മളും കൊലപ്പെടുത്താൻ ശ്രമിക്കും. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, 2016 നടന്ന സംഭവമാണ്. 2025 വിധി വന്നിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? വിധിയിൽ തൃപ്തരെന്നാണോ പ്രോസിക്യൂഷൻ പ്രതികരണം? ദിവ്യ, അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. അതായത് ഈ നബീസയെ ഇവർ ബലം പ്രയോഗിച്ചാണ് വിഷം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതായത് നേരത്തെ തന്നെ ഫസീല ചില കേസുകളിലൊക്കെ പ്രതിയായിരുന്നു. അതുകൊണ്ട് ഫസീലയ്ക്ക് വീട്ടിലേക്ക് വരുന്നതിന് നബീസ ഒരു തടസ്സമായിരുന്നു. ഇതോടെയാണ് 2 പ്രതികളും ചേർന്ന് നബീസയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി പദ്ധതി ഇട്ടത്. അങ്ങനെ ആദ്യം ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ നബീസയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്നാണ് ബലം പ്രയോഗിച്ച വിഷം കുടിപ്പിക്കുകയും മൃതദേഹം വഴിയരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ നബീസയുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ ഒരു ആത്മഹത്യാ കുറിപ്പ് അത് പ്രതികൾ തന്നെ തയ്യാറാക്കിയതായിരുന്നു. ഈ ആത്മഹത്യാ കുറിപ്പാണ് കേസിലൊരു വഴിത്തിരിവായത്. നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ല. അപ്പോൾ ആര് ഈ ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പ്രതികളും പിടിയിലാവുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്നലെ തന്നെ മണ്ണാർക്കാട് കോടതി 2 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് അന്തിമവാദത്തിന് ശേഷം ഈ ഒരു ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഒന്നാം പ്രതിയായ ബഷീറിന് തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം തടവും 25,000 രൂപ അധിക പിഴയും കൂടി കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നബീസയുടെ കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ ഈ കേസിൽ ഈ ഒരു വിധിയിൽ പൂർണ്ണ തൃപ്തരാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഒന്നുമാകാതെ പോകുമായിരുന്ന ഒരു കേസിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങളിലൂടെയാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അപ്പോൾ ഇവർക്ക് ശിക്ഷ കിട്ടിയതിൽ വലിയ തൃപ്തി ഉണ്ട് എന്നുള്ളതും പറയുന്നു. അതേസമയം കോടതിയുടെ ഒരു നിരീക്ഷണം അനുസരിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറയാനാകില്ല എന്നുള്ളത് മണ്ണാർക്കാട് കോടതിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും പ്രതികളെ ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. 2 പേർക്കും വിധിക്ക് പിന്നാലെ ശിക്ഷാവിധിക്ക് പിന്നാലെ പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണോ അവർ പ്രതികരിക്കുന്നത്? നിലവിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരെ അനുസരിച്ച് ഇന്ന് നടന്ന അന്തിമവാദത്തിൽ പല കാര്യങ്ങളും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടിയ വിഷയം ഈ ഫസീലയ്ക്ക് 12 വയസ്സുള്ള ഒരു മകനുണ്ട്. അപ്പോൾ ഈ ശിക്ഷയിൽ ഇളവ് വരുത്തണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയ കാര്യം. ഒപ്പം തന്നെ പോലീസ് പലതരത്തിലും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതും ഈ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നന്ദഗോപാലാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.